നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഐക്യജനതാദൾ MLA-മാർ 12 പേർ കൂറുമാറാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന ലഭിക്കുകയാണ്. അതോടുകൂടി ബീഹാറിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകും എന്നതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ BJP കേന്ദ്രത്തിൽ മുന്നോട്ട് പോകുന്നത് ഐക്യജനതാദളിൻ്റെയും TDPയുടെയും കൂടി സഹായത്തോടെയാണ്. ഇതിൽ ഐക്യജനതാദളിന് ഏതെങ്കിലും രീതിയിൽ മന്ത്രിസഭ താഴെ വീഴുന്ന രാഷ്ട്രീയം ബീഹാറിൽ ഉടലെടുത്താൽ കേന്ദ്രത്തിൽ അവർ കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കും. നിലവിൽ ബീഹാറിൽ 12ഓളം MLA-മാർ ഐക്യജനതാദളിൽ ഉള്ളവർ BJPയുമായി സഹകരിക്കരുത് എന്ന വ്യക്തമായ താക്കീത് നിതീഷ് കുമാറിന് നൽകിയിരിക്കുകയാണ്. ഇതുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ BJPയുമായി സഹകരിച്ചാൽ ഐക്യജനതാദൾ തകരും. അതുതന്നെയായിരുന്നു അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയത്. അവരുമായി സഹകരിച്ച് മത്സരിച്ചപ്പോൾ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ ഐക്യജനതാദൾ നേതാക്കളെ, സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ അദ്ദേഹം നടത്തിയ കളികൾ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ ചിരാഗ് പാസ്വാന്റെ കൈവശം 5 MPമാരാണുള്ളത്. ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രിയുമാണ്. എന്നാൽ വാസ്തവത്തിൽ BJPക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ ഐക്യജനതാദളിന് മറ്റ് നഷ്ടങ്ങളൊന്നും തന്നെയില്ല. മോഹവാഗ്ദാനങ്ങളെല്ലാം നൽകി പറഞ്ഞു പറ്റിക്കലാണ് BJPയുടെ ശ്രമം. അത് സഖ്യകക്ഷികളോട് ഇന്നാദ്യമായി ചെയ്യുന്നതൊന്നുമല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP കേന്ദ്രത്തിൽ എല്ലാ തരത്തിലും സുഖലോലുപരായി ഇരിക്കുന്നതിന് കാരണം ഐക്യജനതാദൾ കൂടിയാണ്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. പിന്നെ BJP ഒരിക്കലും ഔദാര്യമായിട്ടല്ല ഐക്യജനതാദളിനെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത് ബീഹാറിൽ. അത് RJDയും കോൺഗ്രസും ചേർന്നുള്ള മഹാഗഠബന്ധനായിരുന്നാലും നൽകിയിരിക്കും. നിലവിൽ ബീഹാറിൽ കോൺഗ്രസിന് 19 MLA-മാരും RJDക്ക് 76 MLA-മാരും ഉണ്ട്. ഇവർ വിചാരിച്ചാൽ ഐക്യജനതാദളും ചേർന്ന് മഹാഗഠബന്ധൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ BJPയുടെ ഔദാര്യം ഒരു രീതിയിലും അംഗീകരിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് MLA-മാർ നിതീഷ് കുമാറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവ് മദൻ മോഹൻ ഝാ പറഞ്ഞിരിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ എത്രയും പെട്ടെന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്നത് അദ്ദേഹത്തിന് നല്ലതായിരിക്കും. BJPയുമായി സഹകരിക്കുന്ന ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്ഷയിച്ച് വരികയാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ആഗ്രഹം അതുതന്നെയാണ്, ഐക്യജനതാദളിനെ പിളർക്കുക, അതിലൊരു കൂട്ടം MLA-മാരെ BJPയിലേക്ക് അടുപ്പിക്കുക. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നടത്താനുള്ള പ്ലാനായിരുന്നു. ലോക്സഭയിൽ പോലും ഐക്യജനതാദളിൽ നിന്നും വിജയിച്ച 12 MPമാരിൽ പകുതിയിലധികം പേരെ ചാക്കിട്ട് പിടിക്കാൻ BJP തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BJP അംഗബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികളും നടത്തുന്നുണ്ട്. ഇതിനോട് ഒരു രീതിയിലും സമരസപ്പെടാൻ ഐക്യജനതാദളിന് കഴിയില്ല. അതുകൊണ്ടാണ് നേതാക്കൾ കൃത്യമായി നിതീഷ് കുമാറിന് ആ മറുപടി അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾ ഇനിയും NDAയിൽ കടിച്ചു തൂങ്ങിയാൽ ഞങ്ങൾക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല.